ഒറ്റയാൾ പോരാട്ടം എന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് എൻ്റെ ജീവിതം. ഞാൻ എന്ത് തന്നെ കാര്യം ഇടുക വെച്ചാലും അത് നല്ല കാര്യമായിക്കോട്ടെ ചീത്ത കാര്യമായിക്കോട്ടെ എന്ത് തന്നെ ഇട്ടാലും അതിന് തെറി വിളിക്കാനും തോന്നിയാസം വിളിക്കാനും അതിന് റിയാക്ഷൻ ചെയ്യാനുമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മുടെ സൈഡിൽ ശരിയുണ്ട് എന്നറിഞ്ഞാൽ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടല്ല ഒരാളും നിൽക്കുന്നത്. അതിലെനിക്കായിട്ട് വിരോധമില്ല കേട്ടോ. കാരണം ഒറ്റയ്ക്ക് വഴിവെട്ടി വരുന്നവൻ എന്ന് പറയുന്നത് ഒരു അന്തസ്സുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ ഈ റീസെൻ്റ്ലി ഇപ്പം ഈ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത് പലരും എന്നെ വിളിച്ചിട്ട് എന്നെ പ്രപ്പോസ് ചെയ്യുന്നതും എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നതും ഞാൻ കല്യാണം കഴിച്ചോ എന്ന് ചോദിക്കുന്നതും അങ്ങനത്തെ പല പല കോൾസുകളുണ്ട്. ഇതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ നല്ല പിള്ളയാണ് എന്ന് കേൾപ്പിക്കാനോ ഞാൻ നല്ല പിള്ളയാണ് എന്ന് അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ല ഞാൻ ഇതൊന്നും പോസ്റ്റ് ചെയ്തത്. ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇത് കണ്ടിട്ടെങ്കിലും ഇനി വിളിക്കാൻ വിചാരിക്കുന്നവൻ അവളിത് പുറത്ത് വിടുമല്ലോ എന്ന് കരുതിയിട്ട് വിളിക്കാതിരിക്കട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ്. പക്ഷെ അതിനൊക്കെ ഇങ്ങനെ തലങ്ങും വിലങ്ങും നിങ്ങൾക്ക് കണ്ടന്റ് ഇല്ലെങ്കിലും മക്കളെ കൊത്താൻ പൊക്കൂടെ. അപ്പം തിരിച്ചെന്നോട് ചോദിക്കും, നിനക്ക് കണ്ടന്റ് ഇല്ലേ, നിനക്ക് കൊത്താൻ പോയിക്കൂടെ? എനിക്ക് കൊത്താൻ പോകേണ്ട ആവശ്യമില്ല, എനിക്ക് വേറെയും ജോലിയുണ്ട്. ഇതെൻ്റെ പാർട്ട് ടൈം ജോബാണ് ഈ പറഞ്ഞ യൂട്യൂബ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പണിയില്ലെങ്കിൽ വല്ല പറമ്പും കളയ്ക്കാൻ പോവുക ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് കേൾക്കണം, എൻ്റെ മോൻ്റെ കൂടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് അതിന് നെഗറ്റീവ്. അതെൻ്റെ മോൻ തന്നെയാണ് എന്നുള്ളതിന് എന്താ ഉറപ്പ് എന്ന്. ആടാ, ഞാൻ പ്രസവിച്ച ഡോക്ടർ എന്നെ സിസേറിയൻ ചെയ്ത ഡോക്ടറെ അടുത്ത് ഞാൻ തെളിവിന് കൊണ്ടോ? അല്ലേ വേണ്ട, DNA ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ നിൻ്റെയൊക്കെ മുമ്പിൽ തെളിവ് കാണിച്ചു തരാം. വേണോ? എൻ്റെ മോൻ തന്നെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് DNA ടെസ്റ്റ് ചെയ്തിട്ട് നേരെ മറിച്ച് ഒരു ആണിനോടാണ് ചോദിക്കുന്നത് വെച്ചാൽ പിന്നെയും എന്തോ ആവട്ടെ, അത് നിൻ്റെ മോൻ തന്നെയാണോ അല്ലെ അത് നിൻ്റെ മോള് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അവന് ഭാര്യനെ അറ്റ്ലീസ്റ്റ് സംശയിക്കെങ്കിലും ചെയ്യാം. ഇത് എന്നോട് എൻ്റെ മോൻ തന്നെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് തെളിയിച്ചു തരേണ്ടത്? DNA എടുത്ത് കാണിച്ചു തരണോ എൻ്റെ മോനാണ് എന്നുള്ളത്? കഷ്ടം തന്നെയില്ലേ ഈ സമൂഹത്തിൻ്റെ കാര്യം? ഞാൻ എന്ത് ചെയ്താലും ഒരു കൃഷ്ണനെ വരച്ചു എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ പേരിൽ ഞാൻ അനുഭവിക്കാത്തതും കേൾക്കാത്തതുമായിട്ടൊന്നുമില്ല. നല്ലതിട്ടാലും മോശം പറയും, ചീത്തയിട്ടാലും മോശം പറയും, നമ്മളൊന്നിന് റിയാക്ട് ചെയ്താലും മോശം പറയും, റിയാക്ട് ചെയ്തിട്ടില്ലെങ്കിലും മോശം പറയും, എല്ലാത്തിനും മോശം പറയും. ഈ അടുത്ത് ഒരാളെനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തു, മോളെ ഒന്നിനും റിയാക്ട് ചെയ്യല്ല, നീ രേണുസുധിനെ കണ്ടുപിടി, അവളൊന്നിനും റിയാക്ട് ചെയ്യുന്നില്ലല്ലോ എന്ന്. രേണുസുധി റിയാക്ട് ചെയ്തില്ലെങ്കിലും രേണുസുധിക്കൊരു ജോലിയുണ്ട്. ഈ യൂട്യൂബ് എന്ന് പറയുന്നതും ഇതിൽ വീഡിയോ ചെയ്യുന്നത് എന്ന് പറയുന്നതും എൻ്റെ ഒരു ജോലി തന്നെയാണ്. അപ്പം അതിന് എനിക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഞാൻ മറുപടി കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ചിത്രം വരയ്ക്കാനുണ്ട്, അതെൻ്റെ ജോലിയാണ്. അതിനെ സംബന്ധിച്ചൊരു പാർട്ട് ടൈം വേറൊരു കാര്യം കൂടി. കാരണം നമുക്കൊക്കെ ഈ ഇപ്പോഴത്തെ കാലത്ത് പട്ടിണി കിടക്കണേ 500 രൂപ വേണമെന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. അല്ലാതെ നിങ്ങൾ പറയുമോ? നമുക്ക് എന്തൊരു കാര്യത്തിനും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ജോലിയും വരുമാനവും ഒക്കെ നമുക്ക് വേണം. ആ വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ 2 കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടിയിട്ടാണ്, അവർ സുഖവും സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ പെടാപ്പാട് പെടുന്നത്. മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് പെടാപ്പാട് പെട്ടു, ഇനി കുറച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും പെടട്ടെ. അപ്പോൾ അത് എൻ്റെ കുഞ്ഞ് തന്നെയാണോ എന്നൊക്കെ ചോദിക്കുന്ന ലിവന്മാരോട് ഞാൻ എന്താ പറയേണ്ടത്? സ്വന്തം കുട്ടിയുടെ DNA എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ? എനിക്കറിഞ്ഞൂടാ. നേരെ മറിച്ച് സലീമിനോടാ ചോദിക്കുന്നത് വെച്ചാൽ അറ്റ്ലീസ്റ്റ് അവന് ആണുങ്ങളോടാണല്ലോ ചോദിച്ചതെങ്കിലും വിചാരിക്കാം. ഇതൊന്നല്ല, അത് നിൻ്റെ കുട്ടിയാണോ? എൻ്റെ പൊന്നാര മക്കളെ, ഇനി എൻ്റെ മകളുടെ ബർത്ത്ഡേ വരാൻ പോകുന്നുണ്ട്. ഒരു കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും, മാസ്ക് ഇട്ടിട്ടേ. അപ്പോൾ താഴെ വന്ന് കമൻ്റ് ഇടാൻ മറന്നു പോകരുതേ. അതെൻ്റെ മകൾ തന്നെയാണോ എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തണമെന്ന്. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ പുറത്ത് വിടാത്ത പേടിച്ചിട്ട് തന്നെയാണ് മക്കളെ, നിങ്ങൾ ഓരോരുത്തരെയും പേടിച്ചിട്ട് തന്നെയാണ്. ജസ്ന സലീം എന്നുള്ള പേരിൻ്റെ ബാക്കി എൻ്റെ കുഞ്ഞുങ്ങളോട് അനുഭവിക്കേണ്ട എന്ന് കരുതിയിട്ട് മാത്രമാണ്. പലരും പറയുന്നത് എൻ്റെ ഭർത്താവ് ജീവിച്ചിരിപ്പില്ല എന്ന് പറയുന്നത്. ഭർത്താവിന് ഇലക്ഷൻ ഇതിൽ വന്ന് ഇതുവരെ കാണിക്കേണ്ടി വന്നു എനിക്ക്.
അദ്ദേഹം ഇപ്പോഴും എന്നെ ഉപേക്ഷിച്ച് പോയിട്ടോ അദ്ദേഹവും ഞാനുമായിട്ട് സെപ്പറേറ്റ് ആയിട്ടോ ഒന്നുമില്ല. ഞങ്ങളിപ്പോഴും സുഖവും സന്തോഷകരവുമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ്. എന്നിട്ടും സമൂഹത്തിന് സംശയം. നാട്ടുകാർക്കില്ല, എൻ്റെ നാട്ടുകാർക്കോ എൻ്റെ വീട്ടുകാർക്കോ ഇല്ലാത്തത് സമൂഹത്തിന്. എന്താ പറയുക, നമ്മൾ എന്ത് തന്നെ എത്ര തന്നെ ഒരു മനുഷ്യനെ നമുക്ക് ജീവിതത്തിൽ നമുക്ക് പറ്റാത്തൊരു സംഭവം എന്താണെന്നറിയോ? ഒരു തെറ്റിദ്ധാരണ മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. ഒരാൾക്ക് തെറ്റിദ്ധാരണ വന്നാൽ അത് നമുക്ക് എങ്ങനെ നോക്കിയാലും മാറ്റാൻ പറ്റില്ല. നേരെ മറിച്ച് ഒരു മനുഷ്യന് ക്യാൻസർ വന്നെന്ന് വെക്കുക, ആ ക്യാൻസർ വരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. എന്നാൽ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഒരാളെക്കുറിച്ച് തെറ്റിദ്ധാരണ വന്നാൽ അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റൂല, ഒരാൾക്കും പറ്റൂല. എന്നെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ വന്നു. ചിലർ പറയുന്നത് ഞാൻ ഭക്തി ഓവറായിട്ട് കാണിക്കുന്നു. ഞാൻ എവിടെയാണ് ഭക്തി ഓവറായിട്ട് കാണിക്കുന്നത്? ഇനി കഴുത്തിൽ ഈ മാല കണ്ടിട്ടാണോ? എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ മേടിച്ചു, ഞാൻ ഇട്ടു. കുരിശുണ്ട്. കുരിശ് പണ്ടേ ഞാൻ ഇടാറുണ്ടായിരുന്നു. എൻ്റെ പഴയ വീഡിയോസിൽ എടുത്ത് നോക്കിയാൽ കാണാം. കണ്ണനെ ഞാൻ അതേപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പം ഞാൻ കണ്ണനെ മേടിച്ചു, ഞാൻ കഴുത്തിലിട്ടു. കണ്ണനെ വരയ്ക്കുന്ന എനിക്ക് എന്തുകൊണ്ട് കണ്ണനെ കഴുത്തിലിട്ടുവിടാം? പിന്നെ ഇപ്പം വേറെന്ത് തട്ടം ഉപേക്ഷിച്ചതാണോ? ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇസ്ലാമിനൊരു നിയമമുണ്ട്, ആ നിയമപ്രകാരമല്ല ഇന്നേ വരെ തട്ടമിട്ടത്. ഈ കമൻ്റ് ഇടുന്ന ഒരാളും അങ്ങനെയല്ല ഇടുന്നത്. ആ തട്ടം ഞാനൊന്ന് തലേന്ന് അയച്ചു എന്ന് വെച്ചിട്ട് ഇത്രമാത്രമൊക്കെ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളാരും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രതികരിക്കാതിരിക്കെങ്കിലും ചെയ്തൂടെ? അത്രയെങ്കിലും നിങ്ങൾക്ക് ചെയ്തൂടെ? എനിക്ക് ഇപ്പം ഞാൻ പ്രതികരിച്ചൊരു വീഡിയോൻ്റെ ഇത് വന്ന് ഒരമ്മായി വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയേണ്ടത് പകരം കമൻറ്റ് ബോക്സിലുള്ള ആൾക്കാർ പറഞ്ഞിട്ട്, എടി അമ്മായി എനിക്ക് എല്ലാത്തിനും എനിക്ക് നെഗറ്റീവാണ് കമൻറ്റ് വരാറ്. എനിക്ക് ആരും പോസിറ്റീവ് ഇട്ടിട്ട് ഇന്നേ വരെ ഇട്ടിട്ടില്ല. ഞാൻ ചിത്രവര രംഗത്തേക്ക് ഇറങ്ങി എന്നെ സമൂഹം അറിയപ്പെട്ട അന്ന് തുടങ്ങിയേക്ക് എനിക്ക് നെഗറ്റീവ് കമൻറ്റ്. ആരും അന്ന് തൊട്ടിട്ട് ഇന്നും ഒന്നും എന്നെക്കുറിച്ച് ആരും നല്ലത് പറഞ്ഞിട്ടില്ല. എനിക്കതൊരു പുത്തരിയല്ല. ഞാൻ ഈ പറഞ്ഞത് പോണം എയറിൽ കയറിയത് മുഴുവനോ നെഗറ്റീവ് കൊണ്ട് മാത്രമാണ്. പോസിറ്റീവ് കൊണ്ട് ഞാൻ എവിടെയും നിന്നിട്ടില്ല, ഒക്കെ നെഗറ്റീവ് കൊണ്ട് മാത്രമാണ്. പക്ഷേ ഞാൻ എവിടെയും തളരാതെ ഇപ്പോഴും നല്ല സ്റ്റേണായിട്ട് പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്ത് സത്യമുണ്ടെന്ന് ദൈവത്തിന് തെളിഞ്ഞതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ സമൂഹത്തിന് തെളിഞ്ഞതുകൊണ്ട് ആ ഒരു കാര്യം കൊണ്ടല്ല. ദൈവം എന്നെ എവിടെയും തളർത്താത്തത് ദൈവത്തിന് എന്നെ മനസ്സിലായതുകൊണ്ടാണ്. ദൈവം എന്ന് പറഞ്ഞൊരു എനർജി ഇല്ല എന്ന് നിങ്ങളൊക്കെ ഇനിയിപ്പോൾ പറയായിരിക്കും. ഉണ്ട്. അപ്പം നീ ചോദിക്കുന്ന എനിക്ക് ഏത് ദൈവമാണ് ഉള്ളതെന്ന്. ഞാൻ 3 മതത്തിലും വിശ്വസിക്കുന്ന ഒരാളാണ്. ജനിച്ചതൊരു മതത്തിൽ, എന്താ പറയുക, വരയ്ക്കുന്നത് ഉപജീവന മാർഗം കണ്ടെത്തുന്ന വേറൊരു മതത്തിൽ. വിശ്വാസം എനിക്കിതിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. ഒരു മനുഷ്യന് ഇന്ന ദൈവത്തിൽ മാത്രമേ വിശ്വസിക്കാവൂ, ഇന്ന ആളിൽ മാത്രമേ വിശ്വസിക്കാവൂ എന്നൊന്നുമില്ല, എല്ലാത്തിലും വിശ്വസിക്കാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ എൻ്റെ ആരാണ് എന്ന് എനിക്ക് പ്രൂവ് ചെയ്യേണ്ട ഒരാവശ്യമില്ല നിങ്ങളുടെയൊക്കെ മുമ്പിൽ. ഇനിയിപ്പോൾ ഞാൻ നാളെ ഇപ്പോൾ വേറൊരാളുടെ ഒരു ആൺകുട്ടിയുടെ കൂടെ ആ വീഡിയോ ഇടുന്നത് വെച്ചാൽ അവൻ എൻ്റെ അവിഹിത ചാരനായി, നിങ്ങളൊക്കെ ആക്കിയെടുക്കും. എൻ്റെ വാപ്പാക്ക് കുറച്ച് പ്രായമായിപ്പോൾ ആയത് എൻ്റെ ഭാഗ്യം. കാരണം എൻ്റെ വാപ്പ അങ്ങനെ ചെറുപ്പക്കാരനായിരുന്നു, എൻ്റെ വാപ്പ എൻ്റെ അവിഹിതക്കാരനായി മാറുമായിരുന്നു. നിങ്ങളതും ആക്കുമായിരുന്നു. മോന് എന്നെയും വെച്ച് അവിഹിതം പറഞ്ഞില്ലേ, അതിനെക്കാട്ടിലും വലുത് വേറെ എന്തോ ഉണ്ടോ? ഞാൻ പ്രസവിച്ച എൻ്റെ മോന്, അവൻ എന്നെക്കാട്ടിലും പൊക്കമുണ്ട്. അവന് ഞാൻ നടന്നു പോകുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, മകനെ ഇതുവരെ സ്ക്രീനിൽ ആരും കണ്ടിട്ടില്ല. അവർ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ബ്രദറാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് അവൻ തന്നെ പറയൂ, എൻ്റെ കൂടെ വരാൻ നിൽക്കരുത്, എല്ലാവരും കളിയാക്കുന്ന ഉമ്മാന്ന്. അത് ഞങ്ങളുടെ തെറ്റല്ല, ഞാൻ സന്തൂർ മമ്മി ആയത് എൻ്റെ തെറ്റല്ല. അപ്പോൾ ഈ എല്ലാത്തിനും ഈ നെഗറ്റീവ് മാത്രം കാണുന്ന നിങ്ങളോട് എനിക്ക് ഒന്നും പറയാനില്ല. നിങ്ങളുടെ കണ്ണിലൊക്കെ മഞ്ഞ കളറാണ്. ആ മഞ്ഞ കളറ് 10-12 വർഷങ്ങൾക്ക് മുമ്പ് വന്നു പോയതാണ്. അതൊരിക്കലും മായൂല. അത് മായണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വല്ല ഡോക്ടറെയും കാണിച്ച് മായ്ക്കേണ്ടി വരും. നിങ്ങളുടെയൊക്കെ കണ്ണിൽ ഞാനൊരു തെറ്റുകാരിയാണ്, ഞാനൊരു കുറ്റക്കാരിയാണ്, ഞാനൊരു മോശക്കാരിയാണ്. നിങ്ങളങ്ങനെ കാണുന്നുള്ളൂ, നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾക്കത് തിരുത്തി എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല.
ഞാൻ പറഞ്ഞല്ലോ, പലരും കമൻ്റ് ഇട്ടിട്ട് നിനക്കൊന്ന് ചത്തൂടെ 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 എന്ന് ചോദിക്കുന്നത്. അവരുടെയൊക്കെ ലൈഫിൽ ഒരാൾ മരണപ്പെട്ടതിൻ്റെ വേദന അനുഭവിച്ച ആൾക്കാരായിരിക്കും ചോദിക്കുന്നത്. എന്നിട്ട് പോലും അവർക്ക് ആ കമൻ്റ് ഇടാൻ പറ്റുന്നുണ്ട്. അവരുടെ മനസ്സ് എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതെൻ്റെ മകനാണ് എന്ന് എനിക്ക് DNA എടുത്തൊന്നും കാണിച്ചു തരാൻ പറ്റൂല. അവനെൻ്റെ മകൻ തന്നെയാണ്. എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. എനിക്കിപ്പോൾ ഇത് എൻ്റെ മകനാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഡെലിവറി നടത്തിയ ഡോക്ടറെ തെളിവായിട്ട് കൊണ്ടുവരാനോ അല്ലെങ്കിൽ എന്നെ അവൻ്റെയും DNA വെച്ചിട്ട് എനിക്ക് കാണിക്കാനൊന്നും പറ്റൂല. നിങ്ങൾക്കറിയോ, ഒരു തോക്ക് സ്വാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എനിക്കൊരിക്കൽ ഒരു എന്താ പറയുക സപ്പോർട്ടായിട്ട് വന്നൊരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അമ്മേനെയും കുറിച്ച് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത്. ആ അമ്മയുടെ സ്ഥാനത്താണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. എങ്ങനെയാ മക്കളെ നിങ്ങളുടെയൊക്കെ മുമ്പിൽ ജീവിച്ചു പോവുക? കുറച്ച് പാടാ, കുറച്ചല്ല കുറച്ച് തോനെ പാടാ ജീവിച്ചു പോകണമെങ്കിൽ. അപ്പോൾ ഏതായാലും ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, ഞാനും എൻ്റെ മോനും ഞങ്ങൾ അത് അമ്മയും മകനുമാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ കയ്യിലില്ല. ജനന സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതിൽ ജസ്നാന്ന് കൊടുത്തിട്ടുണ്ട്. അത് മതിയെങ്കിൽ ഞാൻ കാണിച്ചു തരാം. വേറെ ഒന്നും എനിക്കില്ല. പിന്നെ ഞാൻ ചാവറ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് എൻ്റെ മോനെ പ്രസവിച്ചത്. ആ ഡോക്ടർ ഇപ്പോൾ ജീവനോടൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. അന്ന് തന്നെ കുറച്ച് ഏജിലുള്ള ഡോക്ടറായിരുന്നു. ഡോക്ടറോട് പോയിട്ട് ചോദിക്കട്ടെ, ഡോക്ടറെ ഒന്ന് സാക്ഷി പറയാൻ വരുമോ എന്ന്. അല്ലാതെ വേറെ നിർവാഹമല്ലടേ എനിക്ക്. എന്തൊരു ഗതികെട്ട അമ്മയല്ലേ ഞാൻ. മോൻ്റെ DNA വരെ കാണിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥ. എൻ്റെ കർത്താവേ. അപ്പം ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം.